بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പദം 1454 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 49-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طلقتموهن من قبل أن تمسوهن فما لكم عليهن من عدة تعتدونها فمتعوهن وسرحوهن سراحا جميلا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 49-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു ആയത്ത് ആയിട്ട് ഇതിനെ കാണാം. ഇതിന്റെ മുമ്പുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയമല്ല, അതുപോലെ ഇതിനെ തുടർന്ന് വരുന്ന ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയവുമല്ല. ഒരു വ്യത്യസ്തമായ ഒരു വിഷയം ആ അവതരണ പശ്ചാത്തലത്തില് ഉയർന്നു വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ള എന്തോ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ഒരു വെളിപ്പെടുത്തല് നടത്തുന്ന വിധത്തിലുള്ള ഒരായത്താണ് ഈ 49-ാമത്തെ ആയത്ത്. ഈ സൂറത്തിന്റെ നടന്നു വരുന്ന ഭാഷണത്തിന്റെ ഭാഗമായിട്ട് അതിനെ ചേർത്ത് വെക്കുന്നതിന് ആശയപരമായിട്ട് ചില സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. തുടർന്നു വരുന്ന ആയത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങളുമായിട്ടും വേണമെങ്കിൽ അതിനെ കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും കാണുകയില്ലാത്ത, എന്നാൽ വേണമെങ്കിൽ ആശയപരമായ ഒരു അടുപ്പമുണ്ട്, ബന്ധമുണ്ട് എന്നൊക്കെ നമുക്ക് വിശദമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരായത്താണ്. ഈ ആയത്തില് അള്ളാഹു സത്യവിശ്വാസികളെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ അഹ്സാബ് യുദ്ധവും ബനു ഖുറൈള ഉപരോധവും ഒക്കെ കഴിഞ്ഞതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹം സൈനബ് റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സംഭവങ്ങൾ അതൊക്കെ പരാമർശിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സന്നിഗ്ധ ഘട്ടത്തില് സമൂഹത്തിൽ പലരും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്തും ശക്തിയും ഒക്കെ പകരുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്ന് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതും നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ അദ്ദേഹത്തിന് വലിയ ശക്തി പകരുന്ന അല്ലെങ്കിൽ ദാർഢ്യത നൽകുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായത്. അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടെ പറഞ്ഞു വെച്ചത് വദഅ അദാഹും, അവരെ
അവരുണ്ടാക്കുന്ന ദ്രോഹങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശല്യം, അതുപോലെ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഇതിനെയൊക്കെയും അവഗണിച്ചേക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല. എല്ലാം ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോജിച്ചവൻ, ഏറ്റവും തികഞ്ഞവൻ അള്ളാഹുവാണ് എന്നുമാണ് തൊട്ടുമുമ്പുള്ള ആയത്തിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഒരു കാര്യം ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തിലായിട്ട് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ, ഇദാ നകഹതുമുൽ മുഅ്മിനാത്തി, നിങ്ങൾ വിശ്വാസിനികളെ വിവാഹം ചെയ്യുന്നുവെങ്കിൽ, വിശ്വാസിനികളെ നിക്കാഹ് ചെയ്യുന്നുവെങ്കിൽ, സുമ്മ തൊല്ലഖ്തുമൂഹുന്ന, പിന്നീട് അതിനുശേഷം നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യുന്നതിലേക്ക് നീങ്ങുന്നുവെങ്കിൽ, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുന്നുവെങ്കിൽ, ഫമാ ലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅ്തദൂനഹ, നിങ്ങൾക്കായി ഒരു ഇദ്ദകാലം ആചരിക്കുക എന്നത് അവരുടെ മേൽ ബാധ്യതയുള്ള കാര്യമല്ല. ഫമത്തിഉഹുന്ന, നിങ്ങൾ അവർക്ക് തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു മതാഴ് നൽകുക, ഒരു ദ്രവ്യം വല്ലതും നൽകി അവരെ സന്തോഷിപ്പിക്കുക. വസരിഹൂഹുന്ന, അവരെ നിങ്ങൾ സറാഹൻ ജമീല, വളരെ സുന്ദരമായ ഭംഗിയായ വിധത്തിലുള്ള പിരിക്കല് നടത്തുകയും ചെയ്യുക. അവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുന്നത് ഒരു ഭംഗിയായ വിധത്തിൽ നിർവഹിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ആയത്ത് നടന്നു വരുന്ന ഭാഷണവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു പക്ഷേ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ത്വലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടോ, അതല്ലെങ്കിൽ ആ ഘട്ടത്തില് ആ വിഷയമൊക്കെ ചർച്ചയിൽ വന്ന സന്ദർഭത്തില് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉന്നയിച്ച ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അള്ളാഹു നടത്തുന്ന ഒരു വെളിപ്പെടുത്തലായിട്ടാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുക. ഇവിടെ വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ, അതുപോലെ വിധിവിലക്കുകൾ അള്ളാഹു ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. നമുക്ക് ഈ ആയത്തിന്റെ സൂചനകളിൽ പെടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കാം. ഈ ആയത്തിനെ തുടർന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വേറെ ചില കാര്യങ്ങളിലേക്ക് ആണ് ഈ ഭാഷണം നീങ്ങുന്നത് എന്നത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു, ഈ ആയത്ത് ഒന്നാമതായി വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമാണ്. സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു ഒരു നിർദ്ദേശം ഇവിടെ നൽകുന്നത്. ഇവിടെ പറയുന്നത്, ഇദാ നകഹതുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ സത്യവിശ്വാസിനികളെ നിക്കാഹ് ചെയ്യുന്നുവെങ്കിൽ. ഇവിടെ നിക്കാഹ് എന്ന വാക്കിന്റെ സൂചന എന്താണ് എന്നത് വിശദമായ ചർച്ച ഖുർആൻ പണ്ഡിതന്മാർ നടത്തുന്നത് കാണാൻ സാധിക്കും. നിക്കാഹ് എന്ന വാക്ക് വിവാഹ ഉടമ്പടി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ചില സന്ദർഭങ്ങളിലൊക്കെ സ്ത്രീ പുരുഷ സംസർഗത്തിന്, അവരുടെ ഇണചേരൽ ബന്ധത്തിന് ഈ പദം ഉപയോഗിക്കുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഒരു ആലങ്കാരികമായ ശൈലിയിലുള്ള ഒരു പ്രയോഗമായിട്ട് ഈ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തെ പരാമർശിക്കുന്നതിന് ഈ പദം ഉപയോഗിക്കാറുണ്ട് എന്നതൊരു വസ്തുതയാണ്. പക്ഷെ അത് വിവാഹം എന്ന അടിസ്ഥാന അർത്ഥം ഉള്ള ഈ പദത്തെ വളരെ പച്ചയായിട്ട് പറയാതിരിക്കാൻ വേണ്ടി ആ പദം ഉപയോഗിച്ചുകൊണ്ട് ഇണചേരൽ ബന്ധത്തെ പരാമർശിക്കുന്നത് മാത്രമാണ്. അത് കേവലം ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്നതാണ്
നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ശ്രദ്ധേയമായ നിരീക്ഷണം. മറിച്ച് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധമാണ്. വിവാഹം എന്നത് അതിന്റെ ഒരു ആലങ്കാരികമായിട്ടുള്ള അർത്ഥസൂചനയാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ആയത്തിന്റെ ആശയം വിശദമായി വിപുലമായി മനസ്സിലാക്കുമ്പോൾ ഈ പദം തന്നെ സൂചിപ്പിക്കുന്നത് വിവാഹ ഉടമ്പടിയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമുഖരായ പല ഖുർആൻ വ്യാഖ്യാതാക്കളും അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇതാ നക്കഹത്തുമുൽ മുഅ്മിനാത്തി, വിശ്വാസികളോടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ വിശ്വാസിനികളെ വിവാഹം ചെയ്യുന്നുവെങ്കിൽ, വിശ്വാസിനികളുമായി നിങ്ങൾ വിവാഹ ഉടമ്പടികളിൽ ഏർപ്പെടുന്നുവെങ്കിൽ. അപ്പോ ഇവിടെ വിശ്വാസിനികളെ വിവാഹം ചെയ്യുന്നത് മാത്രമേ ഇതുകൊണ്ട് സൂചനയുള്ളൂ. മുസ്ലിമീങ്ങൾക്ക് അഹ്ലിൽ കിതാബിൽ പെട്ടവരെയും വിവാഹം ചെയ്യാമല്ലോ. അപ്പോ അക്കാര്യത്തില് വേദക്കാരായ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന വിഷയത്തിൽ ഇത് ബാധകമല്ല എന്ന ഒരു വായന ഇതില് ഭാഷാപരമായിട്ടൊരു സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മുഖ്യമായിട്ട് ഈ വിശ്വാസികൾക്ക് വിവാഹം ചെയ്യാൻ ഏറ്റവും യോജിച്ചത് വിശ്വാസിനികൾ തന്നെയാണ് എന്ന ഒരു സൂചന ഇതിൽ നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നിർദ്ദേശം അഹ്ലിൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യുന്നുവെങ്കിൽ അവരുടെ കാര്യത്തിലും ബാധകമാണ്. ഇസ്ലാമിന്റെ നിക്കാഹ്, മഹർ, അതുപോലെ തലാഖ്, ഇദ്ദ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ, മത്താഴ് പോലെയുള്ള സംഗതികളിലൊക്കെ തന്നെ അഹ്ലിൽ കിതാബിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന ഘട്ടത്തിലും അതൊക്കെയും ആ നിയമങ്ങളൊക്കെയും ബാധകമാണ് എന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാര്, ഫുഖഹാക്കള് ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ഇവിടെ അള്ളാഹു നിങ്ങൾ വിശ്വാസിനികളെ വിവാഹം ചെയ്യുന്നുവെങ്കിൽ എന്ന് പറയുന്നത് വിശ്വാസിനികളാണ് നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ കൂടുതൽ യോജിച്ചത് എന്നത് സജസ്റ്റ് ചെയ്യുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇതാ നക്കഹത്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ വിശ്വാസിനികളെ വിവാഹ ഉടമ്പടിയിൽ കൊണ്ടുവരുന്നുവെങ്കിൽ, നിങ്ങൾ അവരെ നിക്കാഹ് ചെയ്യുന്നുവെങ്കിൽ, സുമ്മ തൊല്ലഖ്തുമൂഹുന്ന, പിന്നെ അവരെ നിങ്ങൾ തൊലാഖ് ചെയ്യുകയാണ്, അവരെ വിവാഹമോചനം ചെയ്യുകയാണ്. എപ്പോഴാണ്? അവരുമായി ഒരുമിച്ച് കഴിയുന്ന ജീവിതം തുടങ്ങിയതിന് ശേഷമല്ല. നിങ്ങൾ വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടേ ഉള്ളൂ, അവരുമായി ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചിട്ടില്ല, അവരെ നിങ്ങൾ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഇവിടെ ഉപയോഗിക്കുന്ന പ്രയോഗം. ആ സ്പർശനത്തെ വിശദമായി ഖുർആൻ പണ്ഡിതന്മാര് വിലയിരുത്തുന്നുണ്ട്. അത് കേവലമായ സ്പർശനം പോലും അതില് പെടും. അതെല്ലാം ശാരീരിക ബന്ധം ഉണ്ടാകുന്നതാണ് അതിന്റെ സൂചന എന്ന വിധത്തില് വ്യത്യസ്തമായ അഭിപ്രായങ്ങള് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുമ്പോ അവര് ഇണചേരൽ ബന്ധം ഉണ്ടായിട്ടില്ലാത്ത അവസ്ഥയിൽ എന്നാണ് അതിന്റെ സൂചന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോ സുമ്മ തൊല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി തന്നെ അവരെ തൊലാഖ് ചെയ്യുന്നുവെങ്കിൽ, അവരെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നുവെങ്കിൽ, ഫമാലക്കും, നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റുകയില്ല, നിങ്ങൾക്കൊരു അവകാശവുമില്ല, അലൈഹിന്ന, അവരുടെ മേൽ, മിൻ ഇദ്ദത്തിൻ, അവര് യുദ്ധകാലം ആചരിക്കണം എന്ന വിധത്തില് ആവശ്യപ്പെടാൻ. അവര് വിവാഹമുക്തകളായ സ്ത്രീകള് സാധാരണഗതിയിൽ 3 മെൻസ്ട്രൽ പീരീഡ്, 3 മാസം, റഫ്ലി 3 മാസം യുദ്ധ ആചരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ ഒരു നിബന്ധന. പക്ഷെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീയെ അല്ലെ പത്നിയെ നിക്കാഹ് ഉടമ്പടിക്ക് ശേഷം കല്യാണം കഴിച്ച ആള് വിവാഹബന്ധത്തിൽ നിന്ന് വേർപെടുത്തുകയാണ് എങ്കിൽ, അവരുമായി ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല, അവരെ സ്പർശിച്ചിട്ടില്ല, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അവരോട് ഇദ്ദ ആചരിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്താക്കുന്നത്. നേരത്തെ സെയ്ദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ സൈനബ് റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ആ വിവാഹബന്ധം വേർപെടുത്തുന്നത് സംബന്ധമായ ഒരു പരാമർശത്തില്
ആ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞാലും യുദ്ധകാലം ആ മുൻ ഭർത്താവിന് വിവാഹമോചനം ചെയ്ത ആ ഭർത്താവിന് അവകാശപ്പെട്ടതാണ് ആ 3 മാസത്തെ കാത്തിരിപ്പ് എന്നത്. അവര് ഗർഭിണിയാണെങ്കിൽ അവരെ ഒരുപക്ഷെ വിവാഹബന്ധത്തിൽ നിന്ന് വേർപെടുത്തുന്നത് വേണ്ട എന്ന് വെക്കാം, അവരെ തിരിച്ചെടുക്കാം. അതുപോലെ പല കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഗർഭിണിയാണെങ്കിൽ അള്ളാഹു വെച്ചൊരു നിബന്ധനയാണല്ലോ ഇത്, ഈ യുദ്ധകാലം ആചരിക്കണം എന്നുള്ളത്. കുഞ്ഞിന്റെ പിതൃത്വം സംശയരഹിതമായ വിധത്തിൽ സ്ഥാപിതമാവുക എന്നൊരു താല്പര്യം അതിലുണ്ട്. അതേപോലെ തന്നെ ഇന്ന ആളുടെ ഈ നേരത്തെ ഇവരെ വിവാഹം ചെയ്തിരുന്ന ആ പുരുഷന്റെ സന്താനമാണ്, മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്നത് സ്ഥാപിതമാവുക എന്നതും, അതേപോലെ തന്നെ അയാളുടെ മകളോ മകനോ ആണ് എന്നതിനാൽ അയാളുടെ അനന്തര സ്വത്തിന് അവകാശിയാണ് എന്നതും ഒക്കെ സ്ഥാപിതമാവല് ഈ യുദ്ധ ആചരണത്തിന്റെ താല്പര്യമാണ്. കാരണം ആ സ്ത്രീയുടെ മാത്രം കാര്യമല്ല, അത് ഒന്ന് അള്ളാഹു ഒരു നിബന്ധനയായി വെച്ചിരിക്കുന്നു എന്നത്, ആ സ്ത്രീയെ വിവാഹബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് ഭർത്താവിന്റെ അവകാശമാണ്. അതിനുള്ള ഒരു സമയം അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തതാണ് ഈ 3 ആർത്തവ കാലത്തിന്റെ 3 മാസത്തിന്റെ ആ യുദ്ധ ആചരിക്കുന്ന കാലം. അത് എണ്ണിക്കണക്കാക്കിയ നാളുകളാണ് എന്നതുകൊണ്ടാണ് അതിന് യുദ്ധ എന്ന് പറയുന്നത്. അതത് എന്ന് പറഞ്ഞ എണ്ണം എന്നാണ് അർത്ഥം. ഇവിടെ തന്നെ തഅ്തദ്ദൂനഹ എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദാക്കുന്നുണ്ട്. നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ആ 3 ആർത്തവ കാലം അല്ലെങ്കിൽ 3 മെൻസ്ട്രൽ സൈക്കിളിന്റെ കാലം, 3 മാസം. അങ്ങനെ ഈ ഒരു പീരീഡിനുള്ളിലാണ് അവര് ഗർഭിണിയല്ല എന്നത് തീർത്തു പറയാവുന്ന ഒരു സാധ്യതയുള്ളത്. അതുപോലെ ഗർഭിണിയാണെങ്കിൽ ആ കുഞ്ഞിന് പിതൃത്വം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഉടനെ തന്നെ അവള് വിവാഹിതയാവുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ പിതൃത്വം ഡിസ്പ്യൂട്ടഡ് ആയി മാറും. ഇപ്പൊ നമുക്ക് DNA ടെസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതും എത്രത്തോളം ഫുൾ പ്രൂഫ് ആണെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാൽ പോലും അള്ളാഹു വെച്ചിരിക്കുന്ന വ്യവസ്ഥ 3 മാസത്തെ കാത്തിരിപ്പാണ്. DNA ടെസ്റ്റും സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും, കുഞ്ഞിന്റെ പിതൃത്വം സ്ഥാപിക്കാൻ വേറെ വഴികൾ ഉണ്ടെങ്കിൽ പോലും അത് ആശ്രയിക്കാനല്ല അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. മാത്രവുമല്ല, ആ വിവാഹബന്ധത്തിലേക്ക് വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാധ്യത, അതിനുള്ള ഒരു അവസരം പുരുഷന് നൽകിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോ ഈ സ്ത്രീയുടെ അവകാശം മാത്രമല്ല, കുഞ്ഞിന്റെ അവകാശം, പിതൃത്വം സ്ഥാപിതമായി കിട്ടുക എന്നത് കുഞ്ഞിന്റെ കൂടി അവകാശമാണ്. അതേപോലെ കുഞ്ഞിന്റെ ജീവിത കാല ചെലവ്, സംരക്ഷണം പോലെയുള്ള സംഗതികളുടെ ഉത്തരവാദിത്വവും പുരുഷനാണ്. പിന്നീട് ആ കുഞ്ഞിന് നിയമപരമായിട്ട് ആ കുഞ്ഞിന്റെ പിതാവിൽ നിന്ന് കിട്ടേണ്ട അനന്തരാവകാശമുണ്ട്. അതിനും ഉള്ള അർഹത സ്ഥാപിതമാവണമെങ്കിൽ ഈ ഒരു കാലയളവ് കാത്തിരിപ്പ്, യുദ്ധ പീരീഡ് ആചരിക്കേണ്ടതുണ്ട് എന്നതാണ് ഖുർആൻ നൽകുന്ന വ്യക്തമായ നിർദ്ദേശം. അപ്പോ ഇദാ നകഹ്തുമുൽ മുഅ്മിനാത്തി, നിങ്ങൾ വിശ്വാസിനികളെ വിവാഹ ഉടമ്പടിയിൽ കൊണ്ടുവരികയും സുമ്മ തൊല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ പിന്നീട് അവരെ വിവാഹമോചനം ചെയ്യുകയും ചെയ്യുന്നുവെന്ന് വെക്കുക. മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ ഉടമ്പടിയിൽ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, പക്ഷെ അവരുമായിട്ട് സഹശയനം ആരംഭിച്ചിട്ടില്ല, നിങ്ങൾ അവരെ സ്പർശിച്ചിട്ടില്ല, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫമാലക്കും അലൈഹിന്ന, ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ പിന്നെ ആ സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ട ഉടനെ തന്നെ അവർക്ക് വേണമെങ്കിൽ വേറെ വിവാഹബന്ധത്തിന്റെ കാര്യത്തിലേക്ക് നീങ്ങാം. കാത്തിരിപ്പിന്റെ ഒരു സമയം വേണ്ടതില്ല. ഇതാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ഒരു കാര്യം, ആ പുരുഷന് അവളെ വീണ്ടും വിവാഹബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, മടക്കിയെടുക്കുവാനുള്ള അവസരം ഉണ്ടാവില്ല. ഈ 3 മാസത്തെ കാത്തിരിപ്പ് കാലം അതിനുള്ളതായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ആ കാത്തിരിപ്പ് കാലം ഈ വിഷയത്തിൽ വരാത്തത് കൊണ്ട് തന്നെ
വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് വേറെ വിവാഹത്തിലേക്ക് നീങ്ങാവുന്നതാണ്. ഇതിന് തടസ്സമില്ല. ഇയാൾക്ക് വേണ്ടി ഉള്ള ഒരു സമയം അനുവദിക്കുക എന്നൊരു സംഗതി അവശേഷിക്കുന്നില്ല. അങ്ങനെ അവകാശപ്പെടാനുള്ള യാതൊരു അവകാശവും അയാൾക്ക് ഇല്ല എന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. അപ്പോ ഫമാലക്കും അലൈഹിന്ന, അവരുടെ മേൽ നിങ്ങളോടൊരു ബാധ്യത നിലനിൽക്കുന്നില്ല. മിനഴുദ്ധത്തിൻ തഴുത്തൂനഹ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഒരു കാത്തിരിപ്പിന്റെ കാലം അങ്ങനെ ഒന്നില്ല അവരുടെ കാര്യത്തിൽ. നിങ്ങൾ നിക്കാഹ് ചെയ്തു, പിന്നീട് അവരുമായി ശാരീരിക ബന്ധം ഉണ്ടാകുന്നതിന് മുമ്പായി തന്നെ അവരെ വിവാഹമോചനം ചെയ്തു എങ്കിൽ പിന്നെ യുദ്ധ ആ വിഷയത്തിൽ അവർ ആചരിക്കേണ്ടതില്ല. അങ്ങനെ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അവകാശവുമില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് വിശ്വാസികളോടാണ് അള്ളാഹു തുടർന്ന് നിർദ്ദേശിക്കുന്നത്, ഫമത്യൂഹുന്ന, നിങ്ങൾ അവർക്ക് മതാഴ് നൽകുക. മതാഴ് എന്ന് പറഞ്ഞാൽ ജീവിത വിഭവങ്ങളാണ്, മൂല്യവത്തായ എന്തെങ്കിലുമൊക്കെ അവർക്ക് നൽകണം. അപ്പൊ ഇത് സംബന്ധമായി ഖുർആൻ സൂറത്തുൽ ബഖറയിൽ സൂചിപ്പിച്ച സംഗതിയും അതുപോലെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നതൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അവർക്ക് നൽകപ്പെട്ടിരുന്ന വിവാഹ മൂല്യമുണ്ട്, മഹറുണ്ട്. ആ മഹറിന്റെ പകുതിയാണ് അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ളത്. പകുതിയിൽ കുറവായതല്ലാത്ത സംഗതി അവർക്ക് മത്തായിട്ട് നിശ്ചയിച്ചു കൊടുക്കും. മഹർ കൊടുത്തു, വിവാഹം ചെയ്തു, പക്ഷെ അവര് ശാരീരിക ബന്ധത്തിലൊന്നും ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ ബന്ധം വേർപെട്ടു എന്നാണ് അവസ്ഥയെങ്കിൽ ആ മഹറിന്റെ പകുതി ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് മത്താഴ. അത് കൂടാതെ അവർക്ക് അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയോ ജീവിത ചെലവിനുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവരെ അത് ഭംഗിയായ ബന്ധങ്ങൾ വഷളാക്കാതെയല്ല, ബന്ധങ്ങൾ വഷളാക്കിക്കൊണ്ടല്ലാതെ പിരിയുന്ന ഒരു രീതി പിന്തുടരണം എന്നാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഫമത്യുഹുന്ന, അതുപോലെ വസരിഹൂഹുന്ന സറാഹൻ ജമീല, അവരെ ഭംഗിയായ വിധത്തിൽ നിങ്ങൾ പിരിച്ചയക്കണം. ഒന്ന്, അവർക്ക് അവകാശപ്പെട്ട മത്താഴ് നിങ്ങൾ നൽകണം. അതുപോലെ പിന്നെ ആ പിരിയല് ഭംഗിയാക്കുന്ന വിധത്തിലാക്കണം എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഭംഗിയായ വിധത്തിൽ പിരിയുക എന്ന് പറയുന്നത് മനസ്സിൽ അനിഷ്ടങ്ങളും അല്ലെങ്കിൽ വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റമോ വർത്തനമോ ഒന്നും ഉണ്ടാവരുത്. അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്ന ചില നടപടികൾ ഉണ്ടാകുകയും വേണം. ഇതാണ് അള്ളാഹു നൽകുന്ന സൂചന. വിവാഹ ഉടമ്പടിയിൽ വന്നു എന്നേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതോടുകൂടി തന്നെ വിവാഹ മൂല്യത്തിന്റെ ആയിട്ട് വിവാഹ മൂല്യമായി വിവാഹ സമ്മാനമായി നിശ്ചയിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടായിരുന്ന മഹറിന്റെ, പലപ്പോഴും ആഭരണമായിരിക്കും, അതിന്റെ പകുതി അവർക്ക് അവകാശപ്പെട്ടത് തന്നെ. അതിൽ കൂടുതലായിട്ട് വല്ലതൊക്കെ നിങ്ങൾ ആ പിരിയൽ ഭംഗിയുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹു നിർദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പലപ്പോഴും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, അതുപോലെയുള്ള സംഗതികൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആ ഒരു വിവാഹ ഉടമ്പടിയുടെ ആ ഘട്ടത്തിലൊക്കെ ചിലതൊക്കെ കൊടുത്തതൊക്കെ ഉണ്ടാവും. അതൊന്നും തിരിച്ചു വാങ്ങാതിരിക്കുക, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചുകൊണ്ട് അവരെ പിരിച്ചയക്കുക. ഇതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. അപ്പൊ ഇത് സംബന്ധമായിട്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് ഫുഖഹാക്കള് അതുപോലെ ഖുർആൻ പണ്ഡിതന്മാര് ഈ ആയത്ത് നൽകുന്ന നിയമസൂചനകൾ എന്ന നിലക്ക് ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഇനിയും ചിലതുള്ളത്. ഒന്നാമത്തത് ഈ വിശ്വാസിനികൾ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് ഈ കാര്യം വിശ്വാസിനികളെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും ഈ വിഷയം അഹ്ലുൽ കിതാബിൽപ്പെട്ടവരെ വിവാഹം ചെയ്ത് അവരെ ബന്ധം വേർപെടുത്തുന്ന കാര്യത്തിലും ബാധകമാണ്. വിശ്വാസിനികളാണ് വിവാഹം ചെയ്യാൻ ഏറ്റവും യോജിച്ചത് എന്നൊരു സൂചനയാണ് അവിടെ നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ സ്പർശനം എന്ന മസ് എന്ന വിഷയം ഇവിടെ പറഞ്ഞല്ലോ, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി. ആ സ്പർശനം എന്നതിന്റെ അർത്ഥസൂചന എന്താണ് എന്നതും ഞാൻ വ്യക്തമാക്കുകയുണ്ടായി. അതുപോലെ ഈ തൊലാഖില്
പുരുഷന് തൊലാഖ് ചെയ്ത സ്ത്രീയുടെ കാര്യത്തിൽ പുരുഷന് ചില അവകാശങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതാണ് ഇദ്ദ എന്നത്. ആ ഇദ്ദ കാലത്ത് അവളെ തിരിച്ചെടുക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അതുപോലെ കുഞ്ഞിന്റെ ഗർഭിണിയാണെങ്കിൽ കുഞ്ഞിന്റെ പ്രസവം വരെയുള്ള കാര്യങ്ങൾ ചുമതല നോക്കേണ്ടതുണ്ട്. ആ കുഞ്ഞിന്റെ പിതൃത്വം സ്ഥാപിതമാവുന്നതിന് വേണ്ടി കൂടിയാണ് അത് ആ കാത്തിരിപ്പ്. അതുപോലെ കുഞ്ഞിന് പിതാവിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട അനന്തരാവകാശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംഗതികൾക്കും ആ ബന്ധം നിയമപരമായിട്ട് സ്ഥാപിതമാവേണ്ടതുണ്ട് എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള സൂചന. ഇനി ഈ വിധം ഒരാള് ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്തു, വിവാഹ ഉടമ്പടിയിൽ കൊണ്ടുവന്നു, പക്ഷെ അവരോടൊപ്പമുള്ള സഹശയനം ഉണ്ടായിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ അയാൾ മരിച്ചുപോയി എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദ ആവശ്യമുണ്ടോ എന്ന ഒരു ചോദ്യം ന്യായമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. പണ്ഡിതന്മാര് ഒരു ഏകോപിച്ചുകൊണ്ട് തന്നെ പറയുന്ന അഭിപ്രായം ഇത് സംബന്ധമായിട്ട്, ഭർത്താവ് അങ്ങനെ സഹശയനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോവുകയാണെങ്കിലും ഭർത്താവ് മരിച്ചു എന്ന നിലക്കുള്ള 4 മാസം നീണ്ടു നിൽക്കുന്ന ഇദ്ദ സ്ത്രീ ആചരിക്കേണ്ടതുണ്ട് എന്നാണ് ഇത് സംബന്ധമായുള്ള ഇസ്ലാമിന്റെ വിധിയായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വിവാഹമോചന വിഷയമല്ല. ഭർത്താവ് മരിച്ചാൽ സാധാരണഗതിയിൽ 4 മാസവും 10 ദിവസവും ആണ്. അല്ലെങ്കിൽ ഈ വിധത്തിൽ സഹശയനം ഉണ്ടായിട്ടില്ലാത്തവരുടെ കാര്യത്തിൽ ഈ ഗർഭിണിയാണെങ്കിൽ പ്രസവം വരെയാണ് ഇദ്ദയുടെ കാലമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ വിഷയത്തിലും ബാധകമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പിന്നെ ഈ ഇദ്ദ പരാമർശിച്ചുകൊണ്ട് മാലക്കും അലൈഹിന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ്, നിങ്ങൾക്ക് അവരുടെ മേൽ ഇദ്ദയുടെ യാതൊരു അവകാശവും ഇല്ല എന്നാണല്ലോ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അതിന്റെ അനിവാര്യത എന്താണ് എന്നത്. ഒന്ന്, തിരിച്ചെടുക്കാനുള്ള അവകാശം ഭർത്താവിന് തന്നെ ഉണ്ട് എന്നതാണ് ഈ 3 മാസത്തിനകം. പിന്നെ ഗർഭിണിയാണെങ്കിൽ കുഞ്ഞിന്റെ പിതൃത്വം സ്ഥാപിതമാവലും അതുപോലെ അനന്തരാവകാശം പോലെയുള്ള കാര്യങ്ങൾ സ്ഥാപിതാവലും ഒക്കെയാണ് അതിന്റെ താല്പര്യം. അതുപോലെ പിന്നെ സരീഹുഹുന്ന സറാഹൻ ജമീല എന്ന് പറഞ്ഞതും ഞാൻ വിശദമാക്കുകയുണ്ടായി. ഇതൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉണ്ടായിരുന്ന വിഷയങ്ങൾ. കൂടാതെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, ഈ തൊലാഖ് എന്ന സംഗതി ബാധകമാവണമെങ്കിൽ ആദ്യം നിക്കാഹ് നടക്കണം എന്നൊരു കാര്യമാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കള് സൂചിപ്പിക്കുന്നത്. ഒരാള് പറയാണ്, നിന്നെ ഞാൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കും എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നീട് വിവാഹമോചനം അവളെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആ വിവാഹമോചനവും നടപ്പിലായിട്ടുണ്ടാകും എന്ന വിധത്തില് അത് സംബന്ധമായിട്ടൊക്കെ ഫുഖഹാക്കള് ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിവാഹത്തെയും വിവാഹമോചനത്തെയും ഒരു തമാശ രീതിയിൽ സംസാര വിവാഹത്തിന് വിധേയമാക്കാൻ പാടില്ല എന്നാണ് അത് നൽകുന്ന സൂചന. നമ്മളുടെ ഇമോഷണലായി അല്ലെങ്കിൽ ഇമ്പൾസസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു വെറും വർത്തമാനം പറയുന്ന ഒരു കാര്യമായിട്ട് വിവാഹം ചെയ്യുന്നതും വിവാഹം വേർപെടുത്തുന്നതും ഒന്നും പറയാൻ പാടില്ല. അത് ഗൗരവത്തിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ആരെങ്കിലും അങ്ങനെ പറയുന്നുവെങ്കിൽ അത് നടപ്പിലാവുകയും ചെയ്യും. അതാണ് ഖുർആന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പോ വിവാഹം ചെയ്യാതെ തന്നെ നിന്നെ എങ്ങാനും ഞാൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹമോചനവും ചെയ്തിരിക്കും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് അയാളങ്ങ് പറഞ്ഞതാണ്, പക്ഷെ പിന്നീട് വിവാഹം ചെയ്തു എന്ന് വെക്കുക, എന്നാൽ തന്നെ അവരോടൊപ്പം ആ വിവാഹ ബന്ധമുണ്ട് എന്നുള്ള നിലയ്ക്ക് കഴിയാൻ അയാൾക്ക് അവകാശം ഉണ്ടാവില്ല. കാരണം അത് നേരത്തെ അയാൾ പറഞ്ഞു വെച്ചത് തന്നെ ആപ്ലിക്കബിൾ ആയിക്കൊണ്ട് ആ വിവാഹം
ബന്ധം വേർപെട്ടിട്ടും ഉണ്ടാവും എന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിഷയങ്ങൾ ആലോചനയില്ലാതെ തോന്നിയ വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയരുത് എന്നതാണ് ഇസ്ലാം അത് സംബന്ധമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം. വളരെ ആലോചനയോടുകൂടി ഗൗരവത്തിൽ കണ്ടുകൊണ്ട് മാത്രം ഉരുവിടാവുന്ന കാര്യങ്ങളാണ് ഈ സംഗതികൾ എന്നതാണ് ഇത് നൽകുന്ന സൂചന. അപ്പോ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബിലെ 49-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.